ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനെ മനോഹരമാക്കുന്ന ഈ ഒരു കട്ട് വർക്ക് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ബൊട്ടിക്കിലൊക്കെ ചെയ്തെടുക്കുന്ന അതേ വർക്കുകൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നമ്മൾ നോർമൽ ഫ്രോക്ക് തയ്ക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പാർട്ടി വെയർ ലുക്ക് നമ്മുടെ ഫ്രോക്കിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് പുറത്തുനിന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാർട്ടി വെയർ ഫ്രോക്കിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കട്ട് വർക്ക് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 350 രൂപയാണ്. ടൈലേഴ്സ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ അടുത്ത് വേറെ ഒന്നുണ്ടായിരുന്നു. അത് അത്രക്കും എനിക്ക് യൂസ്ഫുൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ 5 പിന്നുകളൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം, അതും പറ്റും. പക്ഷെ എൻ്റെ അടുത്ത് ഓൾഡ് ഉണ്ടായിരുന്നത് ഞാൻ ഓൺലൈൻ വഴിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു നീഡിലാണ് ഇതിൻ്റെ ഇവിടെ വന്നിട്ടുള്ളത്. ഒറ്റ നീഡിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് 3 വർഷത്തോളം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് ഇത് എനിക്ക് മനസ്സിലായത്. ആ ഒരു ഭാഗം കുറച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രത്തോളം പെർഫെക്ഷൻ വരുന്നില്ല കേട്ടോ. അധികം നമ്മുടെ ആ ഒരു ഫാബ്രിക് ഉരുകി പോയിട്ട് അതിൻ്റെ എഡ്ജൊന്നും അത്രത്തോളം പെർഫെക്ഷൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഏകദേശം എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ പുതിയതൊന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് നല്ല തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ 200 മുതൽ 450 വരെ വോൾട്ട് നമുക്ക് മാക്സിമം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു 300-ലൊക്കെ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് 2 മിനിറ്റ് നമ്മളിതുപോലെ വെക്കുമ്പോഴേക്ക് ആ ഒരു ഭാഗം നല്ല ഹീറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് പീസായിട്ട് വന്നിട്ടുള്ള സ്പേസ് സിൽക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈസ് ഡിസൈന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബട്ടർഫ്ലൈൻ്റെ മോഡലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ കേട്ടോ, നമ്മുടെ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചുറ്റിച്ചെടുത്താൽ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ എഡ്ജ് അത്രത്തോളം തിന്നായതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്തെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആ സ്റ്റീൽ വരുന്ന ഭാഗം മൊത്തം നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും കൊള്ളാതെ തന്നെ അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ബട്ടർഫ്ലൈസ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പല കളറുകളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. ഇത് വന്നിട്ടുള്ളത് സ്പേസ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉരുകിയിട്ട് ആ ഒരു ഭാഗം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ബട്ടർഫ്ലൈസ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ കട്ട് പീസ് നമ്മളടുത്ത് ബാക്കി വന്നിട്ടുണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ ഒഴിവാക്കായിരിക്കും ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രോക്കിനെ തന്നെ നമുക്ക് വേറെ ലെവലാക്കി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പല കളറുകളിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ, ഒരു സൈഡിലായിട്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 3 ലെയേഴ്സ് വരുന്ന 1 ഇയർ മെഷർമെൻറ്റ്സിൽ ചെയ്തെടുത്തിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫ്രോക്കിലേക്ക് ഈ ഒരു ബട്ടർഫ്ലൈസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്രോക്കിൻ്റെ ലുക്ക് തന്നെ മാറ്റി മറിച്ചിട്ടുള്ള ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനതിനെ ഒരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് തുന്നിയെടുക്കാണ്ട് ചെയ്തിട്ടുള്ളത്. 1 സൈഡിൽ മൊത്തമായിട്ട് ഈ ഒരു ബട്ടർഫ്ലൈസിനെ ഞാൻ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.